നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ നടന്ന പ്രതിഷേധത്തിനിടെ കുഴഞ്ഞു വീണ വിദ്യാർത്ഥികളുടെ ആരോഗ്യനിലയെക്കുറിച്ച് വിവരങ്ങൾ നൽകാൻ മടിക്കുന്നതായി ദില്ലി ആർഎംഎൽ ആശുപത്രി അധികൃതർക്കെതിരെ ആരോപണം. മലയാളി ഡോക്ടറായ ഐശ്വര്യ അക്ഷയയാണ് ആ ആശുപത്രി ഭരണകൂടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. CJP നടത്തിയ സമരത്തിനിടെയായിരുന്നു 2 കുട്ടികൾ കുഴഞ്ഞു വീണത്. ഉടനടി ഇവരെ ദില്ലി ആർഎംഎൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ചോ അവരുടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിലോ വ്യക്തത നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് സഫ്ദർജംഗ് ആശുപത്രിയിലെ ഡോക്ടർ കൂടിയായ ഐശ്വര്യ അക്ഷയ് മാധ്യമങ്ങളോട് പറഞ്ഞു. കുട്ടികളുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുമ്പോഴും അവരെ പ്രവേശിപ്പിച്ച കാര്യം സ്ഥിരീകരിക്കാൻ പോലും ആശുപത്രി അധികൃതർ മടിക്കുകയാണ് എന്നാണ് ഡോക്ടർ ഐശ്വര്യ അക്ഷയ് പറയുന്നത്. ഡോക്ടർ ഐശ്വര്യ അക്ഷയ് സമരത്തിനിടെ പരിക്കേൽക്കുകയോ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയോ ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരെ കുറിച്ച് യാതൊരുവിധ വിവരശേഖരണവും ഏകോപനവും നടത്താൻ സമര സംഘാടകർക്ക് സാധിക്കുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തി. വിഷയം കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. അതേസമയം നീറ്റ് പരീക്ഷ അട്ടിമറിക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം അലയടിക്കുമ്പോൾ മുംബൈയിലെ സമരവേദിയിൽ നിന്നും പുറത്തുവന്നൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ പോലീസ് വാഹനം നടുറോഡിൽ ഒറ്റയ്ക്ക് തടഞ്ഞു നിർത്തി 27-കാരിയെ റിയ ആഹിറാണ് ഇപ്പോൾ മാധ്യമ ശ്രദ്ധ നേടുന്നത്. മുംബൈയിലെ ദാദർ ശിവാജി പാർക്കിന് സമീപമായിരുന്നു നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. പ്രൊഫഷണൽ മോഡൽ കൂടിയായ റിയ ക്രമക്കേടുകൾക്കെതിരെ ശബ്ദമുയർത്താനാണ് സമരപ്പന്തലിലെത്തിയത്. എന്നാൽ സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെയും പ്രവർത്തകരെയും പോലീസ് വാനിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടതോടെയാണ് റിയ ഒറ്റയ്ക്ക് വാഹനം തടഞ്ഞത്. താനല്ല, മറിച്ച് ചോദ്യപേപ്പർ ചോർച്ച കാരണം ജീവൻ ഒടുക്കേണ്ടി വന്ന പാവം കുട്ടികളാണ് ഈ പോരാട്ടത്തിന്റെ യഥാർത്ഥ മുഖമെന്നും റിയ ആഹിർ പറഞ്ഞു. പോലീസിന്റെ അന്യായമായ നടപടിക്കെതിരെയാണ് താൻ പ്രതികരിച്ചതെന്നും തെറ്റുകണ്ട എതിർക്കണമെന്നാണ് ചെറുപ്പത്തിലെ പഠിച്ചിട്ടുള്ളതെന്നും റിയ വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുന്ന സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് താൻ തെരുവിലിറങ്ങിയത്. രാജ്യത്തെ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങളെ സർക്കാർ വളരെ ലളിതവൽക്കരിക്കുകയാണെന്നും പ്രധാനമന്ത്രി വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി. എന്തായാലും രാജ്യ തലസ്ഥാനത്തുനിന്നും സാമ്പത്തിക തലസ്ഥാനത്തുനിന്നും ഒക്കെ വരുന്ന വാർത്തകളിൽ റിയൽ ഹീറോകൾ ഉണ്ടാവുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം ഡൽഹിയിൽ സമരം തുടരുന്ന കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ച പൂർത്തിയായിരുന്നു. നാളേക്കും തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ചർച്ചയാണ് പൂർത്തിയാവുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യത്തിൽ നാളെ ഉച്ചയ്ക്ക് തീരുമാനം അറിയിക്കാം എന്ന് സർക്കാർ അറിയിച്ചതായി വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയോ അദ്ദേഹത്തെ പുറത്താക്കുകയോ ചെയ്യണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത്. ഈ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ സമരം കൂടുതൽ വ്യാപിപ്പിക്കുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇന്ന് നടന്ന 2ാം വട്ട ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു CJP പ്രതിനിധികൾ. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, പ്രതിഷേധക്കാർക്കെതിരായ FIR പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളായിരുന്നു പ്രതിനിധികൾ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ അനുകൂല പ്രതികരണമായിരുന്നില്ല സർക്കാർ സ്വീകരിച്ചതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. മറ്റ് 2 കാര്യങ്ങളിലും അനുകൂല സമീപനമാണ് സർക്കാർ സ്വീകരിച്ചതെന്നും CJP വ്യക്തമാക്കി.